നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ സന്തോഷകരമായ വാർത്ത. കാരണം നമ്മളൊരു സത്യസന്ധമായും ന്യായമായും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ, പ്രാർത്ഥനാപൂർവ്വം ഇറങ്ങിത്തിരിച്ചാൽ ഉറപ്പായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളൊന്നാണ്. നമ്മൾ ടൈം ടേബിൾ മാറ്റത്തെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഏറ്റവും ഇന്ന് കേരളത്തിലെ കുട്ടികൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണി ഇപ്പോഴത്തെ കേരളത്തിലെ +1 +2 ടൈം ടേബിളായിരുന്നു. നമ്മളതിനെക്കുറിച്ച് ധാരാളം വീഡിയോ ഇട്ടിട്ടുണ്ട്. കുട്ടികളത് മാക്സിമം കമൻറ്റ് ചെയ്യുകയും, അതാണ് കുട്ടികൾക്കാണ് ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റ്, എനിക്ക് പോലുമല്ല. ഞാനൊരു വീഡിയോ ഇട്ടു, അത് മാക്സിമം അത് കണ്ടന്റ് ഉള്ളൊരു വീഡിയോ ആണെന്ന് കണ്ടുകൊണ്ടാണ് ഇട്ടത്. തന്നെ ആവശ്യമുള്ളൊരു വീഡിയോ ആണ് കുട്ടികൾക്ക് വേണ്ടിയുള്ളത്. അത് കുട്ടികൾ മാക്സിമം ഷെയർ ചെയ്തു. അതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു പടിയാണ് നമ്മളിപ്പം മുന്നോട്ട് നീങ്ങുന്നത്. കാരണം ഇപ്പം നിങ്ങളൊരു പത്രത്തിൻ്റെ കട്ടിങ് കാണാം. ഇത് ആലപ്പുഴ എഡിഷനിൽ മാതൃഭൂമി, പ്രധാനപ്പെട്ട പത്രം തന്നെയാണ് മാതൃഭൂമി, മനോരമ മാതൃഭൂമി എന്നൊക്കെ പറയുന്നത് പ്രധാനപ്പെട്ട പത്രമാണ്. അതിനകത്ത് മാതൃഭൂമിക്കകത്ത് വന്ന വാർത്തയാണ്. കൃത്യമായിട്ട് പറയുന്നുണ്ട് ടൈം ടേബിൾ മാറ്റുന്നതിൻ്റെ അനിവാര്യത, ടൈം ടേബിൾ മാറ്റണം എന്ന് അതിശക്തമായിട്ട് മാതൃഭൂമി എന്ന് പറഞ്ഞ പത്രം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രങ്ങൾ ഒന്നായിട്ടുള്ള പത്രം പറയുമ്പം ഇനി സ്വാഭാവികമായിട്ടും ചാനലിലേക്കൊക്കെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ഇതൊരു ചർച്ചയായി കഴിഞ്ഞു. ഈ ചർച്ച ആയതിൻ്റെ എല്ലാവിധ ക്രെഡിറ്റും ഇത് കണ്ടിട്ടുള്ള കുട്ടികൾ, ഒരുപാട് അധ്യാപകർ എന്നെ വിളിച്ചിട്ടുണ്ട്. അധ്യാപകർ, അതുപോലെ തന്നെ അധ്യാപക സംഘടനകൾ, ഇതെല്ലാവരും ഇപ്പം വളരെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ടൈം ടേബിളിൻ്റെ മാറ്റം. കാരണം വേറെ ഒന്നുമല്ല, ഇതിനകത്ത് വളരെ ലോജിക്ക് വെച്ച് സിമ്പിളായിട്ട് ചിന്തിക്കാനുള്ള ഏത് കുട്ടികൾക്കും പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് 3 ദിവസം, കഴിഞ്ഞ വർഷം മാർച്ച് 1 തുടങ്ങി, 2024 പബ്ലിക് എക്സാം മാർച്ച് 1 തുടങ്ങി 31 വരെ ഏകദേശം 10, 28, 30 ദിവസത്തോളം നീണ്ടു നിന്ന പരീക്ഷയായിരുന്നു. എല്ലാത്തിനും ആവശ്യത്തിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ വട്ടം എന്തിനീ തിടുക്കം? എന്തിനു വേണ്ടി? ആരെ ബോധിപ്പിക്കാൻ ഈ തിടുക്കം? എന്തെങ്കിലും ന്യായമുള്ള തിടുക്കമാണോ ഇത്? പരീക്ഷ അങ്ങോട്ട് നടത്തി കഴിഞ്ഞാൽ ഉടനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? സർക്കസോ മാജിക്കോ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അന്നേരം ആവശ്യത്തിന് ഗ്യാപ്പ് കൊടുത്ത് 3 or 4 ദിവസം കൃത്യമായി ഗ്യാപ്പ് കൊടുത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ വിഷയങ്ങൾക്ക്, അതിനെയും കൊമേഴ്സിൻ്റെ ഹ്യൂമാനിറ്റീസിൻ്റെ ആണെങ്കിലും ഗ്യാപ്പ് കൊടുത്ത്, പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് ഗ്യാപ്പ് കൊടുത്ത് കുട്ടികൾക്ക് പരീക്ഷ നടത്തുക. CBSE-കാർക്ക് നല്ല അന്യായമായ ഗ്യാപ്പ് കൊടുത്ത് സെൻട്രൽ ഗവൺമെൻറ് പരീക്ഷ നടത്തുമ്പം ഇവിടെ ഒരു ഗ്യാപ്പും ഇല്ലാത്ത പരീക്ഷ നടക്കുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ചേതോവികാരം ഉണ്ടോ എന്നെനിക്കറിയത്തില്ല. എന്തായാലും ടൈം ടേബിൾ മാറ്റുന്നതിലേക്കുള്ള മുന്നോട്ടുള്ള പ്രയാണങ്ങൾ അതിശക്തമായി മുന്നോട്ട് നടക്കുന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന വാർത്ത. അന്നേരം ഇത് ഏതൊക്കെ ദിവസം എങ്ങനെ നടത്തണം, ഉച്ചയ്ക്കുള്ള പരീക്ഷ രാവിലെ ആക്കണം എന്നുള്ള നമ്മുടെ കമന്റ് ബോക്സിൽ 99% പേര് പറഞ്ഞത് അത് തന്നെയാണ്. 99.9%. അതിൻ്റെ പ്രധാന കാരണത്തിൽ 1 ഭയങ്കരമായ ചൂട്, 2 റമദാൻ വ്രതം നോക്കുന്ന കുഞ്ഞുങ്ങൾക്കുള്ള കഷ്ടപ്പാട്. ഇത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ മുന്നോട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, എന്നാണ് ഒഫീഷ്യലി അത് തീരുമാനിക്കുന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി. അന്നേരം ഇതിൻ്റെ എല്ലാം വിജയം ഈ പറഞ്ഞ പോലെ ഈ വീഡിയോയും ഓരോ വീഡിയോസും കൂടുതൽ പേര് കാണുകയും കമൻ്റ് ഇടുകയും ഷെയർ ചെയ്യുമ്പം ഒരു ചാനലിൽ നിന്ന് ഒരു അധ്യാപകൻ തന്നെ പറയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ ഈ വീഡിയോ തന്നെ നിങ്ങൾ കമൻ്റ് ഇടുകയും നിങ്ങളുടെ കമൻസും ഒക്കെ പറയുമ്പം, ഇത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം കൂടുതലും ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തങ്ങൾ കൂടുതലാണ്. അവർ സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. ചിലപ്പം ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പിലെ പ്രധാനപ്പെട്ടവർക്ക് കൃത്യമായി ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലായിരിക്കാം. ഈ ധാരണ ഇപ്പം എത്തി തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നു, അതാണ് പറഞ്ഞത്. ഒരാൾ ഇറങ്ങിത്തിരിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ലക്ഷോപലക്ഷം കുട്ടികളും ഇറങ്ങിത്തിരിക്കുമ്പം അതിന് എല്ലാത്തിനും ഒരു റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളൊന്നാണ് ഇന്ന് ഈ പത്രത്തിൻ്റെ കട്ടിങ് ഉൾപ്പെടെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫേക്ക് ന്യൂസോ ഒന്നും ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഇന്നേ വരെ എൻ്റെ ഈ ചാനലിൽ പറഞ്ഞിട്ടില്ല. എന്തെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മോശം സമയം അല്ലെങ്കിൽ ഇതുണ്ടോ, ഉറപ്പായിട്ട് ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ വിദ്യാർത്ഥികൾക്കൊപ്പം നിന്ന് നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അത് ക്ലാസ്സുകളായിക്കോട്ടെ, ലാബായിക്കോട്ടെ, നമ്മുടെ ന്യൂസുകളായിക്കോട്ടെ, ജെന്വിൻ ആയിട്ടുള്ളതായിരിക്കും അന്നും ഇന്നും. അതിനുവേണ്ടി പ്രത്യേകിച്ച് പൈസ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇത് പൂർണ്ണമായും ഓരോരോ വീഡിയോകൾ കാണുമ്പോഴും നിങ്ങളിത് മാക്സിമം കുട്ടികളിലേക്ക് ഒക്കെ എത്തിക്കുമ്പം ഇത് ഉറപ്പായിട്ടും ട്രെൻഡിങ് ആവുകയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, കാരണം ഇത് അധ്യാപകർക്ക് കിട്ടുന്നതല്ല, എല്ലാ അധ്യാപകരും ഒരു 50% അധ്യാപകരും ആഗ്രഹിക്കുന്നുണ്ട് ഈ ടൈം ടേബിൾ മാറ്റം. അന്നേരം ഇത് ഒരു ചരിത്ര വിജയമാവും. ടൈം ടേബിൾ മാറ്റം അനിവാര്യമായ മാറ്റമാണ്. അത് +1-നും +2-നും വളരെ ആപ്റ്റായിട്ട്, കാരണം ഇനി അങ്ങോട്ട് അവർക്ക് ഒരു പാവം പിടിച്ച കുഞ്ഞുങ്ങൾ എല്ലാം കൊണ്ടും
ഇല്ലേ ശനിദശ ശുക്രദശ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ സമയവും ദോഷമായിട്ടിരിക്കുന്ന പോലെയാണ്. കാരണം സമയം എന്ന് പറയുന്ന സംഭവമില്ല. ജനുവരി മുതൽ മോഡൽ പരീക്ഷ, അതിനായിട്ട് റീടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റീടെസ്റ്റ് ഒന്നും നടത്തേണ്ട യാതൊരു ആവശ്യമൊന്നുമില്ല. പിള്ളേർക്ക് പഠിക്കാനുള്ള സമയം കൊടുത്താൽ മതി. പ്രാക്ടിക്കല്, മോഡൽ പ്രാക്ടിക്കല്, പബ്ലിക് എക്സാമിൻ്റെ പരീക്ഷകളെല്ലാം കിടക്കുന്നു. അന്നേരം റെക്കോർഡ് എടുത്ത് അവർക്ക് ഒട്ടും സമയമില്ല. അന്നേരം അതിനിടയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വൃത്തിയിട്ടൊരു ടൈം ടേബിൾ വെച്ചപ്പം അതിനെതിരെ സംസാരിക്കാൻ, അതിനെതിരെ കുട്ടികൾ സംസാരിച്ചപ്പോഴാണ് അത് കമൻ്റായിട്ട്, അവർക്ക് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു കമൻ്റായിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇപ്പോഴും ഇടാം. ഓരോ വീഡിയോയ്ക്കും താഴെ ഉറപ്പായിട്ടും നല്ല വിലയുള്ള അല്ലെങ്കിൽ ട്രസ്റ്റായിട്ടുള്ള വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമൻസ് ഇടുകയും ലൈക്ക് ഇടുകയും ചെയ്ത് കഴിയുമ്പോൾ ആ വീഡിയോ അധികാരികൾക്ക് മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കും. ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള കാര്യം 2025 മാർച്ചിലെ ടൈം ടേബിളിൻ്റെ മാറ്റം തന്നെയാണ്. ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഇത് കുട്ടികൾ, ഭാവിയിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള പരീക്ഷയാണ്. ഫ്യൂച്ചറിലേക്ക് അവരൊരിക്കലും നിരാശപ്പെടുത്തുകയോ അല്ലെങ്കിൽ തരം താഴ്ത്തി കാണുകയോ ചെയ്യരുത്. അത് വിദ്യാഭ്യാസ വകുപ്പായാലും സർക്കാരായാലും ആരായാലും, അത് ഏത് പാർട്ടി ആയാലും ഏത് പാർട്ടിയിൽ നിന്നൊന്നുമില്ല. അവർക്ക് അനിവാര്യമായുള്ള കാര്യം കൂടുതലൊന്നുമല്ല ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ സിമ്പിളായി കിട്ടണമെന്നൊന്നുമല്ല. ആദ്യം ടൈം ടേബിൾ വ്യക്തമാക്കുക. അന്നേരം എൻ്റെ മുന്നോട്ടുള്ള ഓരോ പാതയിലും വീഡിയോസ് നമ്മൾ ചെയ്യും. നിങ്ങളൊപ്പം നിൽക്കുക, കട്ടക്ക് നിൽക്കുക. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുകയും എനേബിൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്കും അധ്യാപനം എന്നുള്ള രീതിയിൽ വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജമാണ്. അന്നേരം ഓരോരോ വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുക. പഠിക്കുന്ന ക്ലാസ്സുകൾ ഉൾപ്പെടെ, പ്രാക്ടിക്കൽസ് ഉൾപ്പെടെ, ജെന്യുവിനായിട്ടുള്ള അത് അടിവരയിട്ട് പറയും, ജെന്യുവിനായിട്ടുള്ള വീഡിയോസ് ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടും. അന്നേരം അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ. നിങ്ങളുടെ കമൻസുകൾ, ലൈക്കുകൾ ഒട്ടും കുറയ്ക്കരുത്, കൂട്ടിക്കോണം. നെവർ എവർ ഗിവ് അപ്പ്.